ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 27. പ്രകൃതി ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. വിവർത്തനം. മിഥ്യാഹങ്കാരത്തിന്റെ പ്രഭാവത്താൽ മോഹിതനായ ജീവാത്മാവ് താനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. വാസ്തവത്തിൽ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണവ നിർവഹിക്കുന്നത്. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ള ഒരാളും ഭൗതിക ചിന്താഗതിയുള്ള മറ്റൊരാളും ഒരേ നിലയിൽ ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്നതായി തോന്നാം. എന്നാൽ അവരുടെ നിലപാടുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക വിഷയങ്ങളിൽ തത്പരനായ മനുഷ്യന് താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന മിഥ്യാഹംഭാവമുണ്ട്. ശരീരയന്ത്രം പ്രകൃതി നിർമ്മിതമാണെന്നും ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അവൻ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ താൻ കൃഷ്ണന്റെ നിയന്ത്രണത്തിനധീനനാണെന്ന് ആ ഭൗതികവാദിക്ക് അറിഞ്ഞുകൂടാ. മിഥ്യാഹങ്കാരത്താൽ എല്ലാ പ്രവർത്തികളുടെയും കർത്തൃത്വം തനിക്കാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. അജ്ഞാനത്തിന്റെ ലക്ഷണമാണിത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഭഗവതാജ്ഞയനുസരിച്ച് ഭൗതിക പ്രകൃതി നിർമ്മിച്ചവയാണെന്നും അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ഏതു പ്രവൃത്തികളും കൃഷ്ണാവബോധത്തോടെ ശ്രീകൃഷ്ണ സേവനമെന്ന നിലയിൽ ചെയ്യപ്പെടേണ്ടതാണെന്നും അവൻ അറിയുന്നില്ല. ഏറെക്കാലമായി ഇന്ദ്രിയങ്ങളെ സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗപ്പെടുത്തി പോന്നതിനാൽ മനുഷ്യൻ അഹങ്കാരത്താൽ വ്യാമോഹിതനായി കൃഷ്ണനും താനുമായുള്ള ശാശ്വത ബന്ധം മറന്നുപോയിരിക്കുന്നു. ഹൃഷികേശൻ അഥവാ ഇന്ദ്രിയങ്ങൾക്കധിപതിയാണ് ഭഗവാൻ എന്നും അവൻ ഓർക്കുന്നില്ല. ശ്ലോകം 28. തത്വവിത്തോ മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. വിവർത്തനം. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിപരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്കു വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല. ഭാവാർത്ഥം: നിരപേക്ഷ സത്യം അറിഞ്ഞവന് ഭൗതികതയുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള തൻ്റെ കുഴപ്പം പിടിച്ച അവസ്ഥയെപ്പറ്റി നന്നായി അറിയാം. പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അംശമാണ് താനെന്നും തൻ്റെ സ്ഥാനം ഭൗതിക ലോകത്തിലായിരിക്കരുതെന്നും അയാൾക്കറിയാം. സച്ചിദാനന്ദ സ്വരൂപനായ പരമപുരുഷന്റെ ഒരംശം എന്നതാണ് തൻ്റെ വ്യക്തിത്വമെന്നും ഭൗതികമാണ് ജീവിതമെന്ന ഭാവനയിൽ താൻ എങ്ങനെയോ കുടുങ്ങിപ്പോയതാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. വിശുദ്ധാവസ്ഥയിൽ അയാൾ ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിലേക്ക് കർമ്മങ്ങളെ തിരിച്ചുവിടേണ്ടവനാണ്. അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ സ്വാഭാവികമായി ക്ഷണികങ്ങളും ചുറ്റുപാടുകളെ ആശ്രയിച്ചുള്ളതുമായ ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അനാസക്തനുമാകുന്നു. തൻ്റെ ഭൗതിക ജീവിതാവസ്ഥ തികച്ചും ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനമാണെന്ന് അയാൾക്കറിയാവുന്നതിനാൽ ഭൗതിക പ്രതിപ്രവർത്തനങ്ങൾ ഒരിക്കലും അയാളെ അലട്ടാറില്ല. അവയെ ഈശ്വര അനുഗ്രഹങ്ങളായിട്ടാണ് അയാൾ കരുതുന്നത്. പരമസത്യത്തെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയുന്നവനെ ശ്രീമദ് ഭാഗവതം തത്വവിത്ത് എന്ന് വിളിക്കുന്നു. പരമപുരുഷനുമായി തൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള വാസ്തവികാവസ്ഥ അയാൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.